സ്നേഹം നിറഞ്ഞ ഒരേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏറ്റവും സ്നേഹത്തോടെ വിശുദ്ധ യുദാസ്ലിഹയുടെ 8ാമത്തെ ദിവസത്തെ നൊവേനയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ നൊവേനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും കർത്താവിൽ ആശ്രയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, അതുപോലെ നമുക്ക് സഭയുടെ തലവനായ ലയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും എല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും ആത്മായ പ്രേക്ഷിതർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് യേശുവോടെ പ്രത്യേകമായി ഞങ്ങളുടെ നിയോഗം ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി, ഒരുപാട് നാടത്തം ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ജോലിയില്ലാതെ വലയുന്ന മക്കൾക്ക് വേണ്ടി, മദ്യപാനത്തിന് അടിമകളായിരിക്കുന്ന മയക്കുമരുന്നിന് അടിമകളായിരുന്ന മക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ലൈംഗികമായ ആസക്തികൾക്ക് ജടികാസക്തിക്ക് അടിമപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി എല്ലാം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് യേശുവേ, ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകമായിട്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസരങ്ങളെല്ലാം നിന്നെ മുറുകെ പിടിക്കാനുള്ള കൃപാവരത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് യേശുവേ, ഇന്ന് ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. വളരെ സമൃദ്ധമായി ആശീർവദിക്കണമേ. ഞങ്ങൾ വായിക്കുകയാണ് ഹബക്കൂക്കിൻ്റെ പ്രവാചകന്റെ പുസ്തകം 2-3 അധ്യായം 16-17 വാക്യങ്ങൾ. ഞാൻ കേട്ടു, എൻ്റെ ശരീരം വിറയ്ക്കുന്നു. മുഴക്കം കേട്ട് എൻ്റെ അധരങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നു. എൻ്റെ അസ്ഥികൾ ഉരുകി, എൻ്റെ കാലുകൾ പതറി. ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന ജനതകളുടെ കഷ്ടകാലം എൻ്റെ ശക്തനായി കാത്തിരിക്കും. അത്തിവർഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. സ്നേഹം നിറഞ്ഞവരേ, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം എന്ന ഉറച്ച വിശ്വാസത്തിൽ, ആ ഒരു തീഷ്ണതയിൽ മുന്നേറാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് യേശുവേ, ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ആകുലതകളെ നീ എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ വിഷമങ്ങളും വേദനകളെ നീ എടുത്തു മാറ്റണമേ. ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങൾക്ക് ആനന്ദം നൽകണമേ. ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകണമേ. കർത്താവ് യേശുവേ, നമുക്ക് കരങ്ങൾ തലകുനിച്ച് ഈ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. കർത്താവ് യേശുവേ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവ് യേശുവേ, ഞങ്ങളുടെ പാപത്തിൻ്റെ വഴികളിലേക്ക് ഞങ്ങളെ നയിക്കരുതേ. പാപത്തിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് തരരുതേ. പാപത്തിൻ്റെ വഴികളിൽ ഞങ്ങളെ നടത്തരുതേ. കർത്താവെ, ആത്മാർത്ഥമായി നിരന്തരം സംസാരിക്കുവാനും പരിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുവാനും, ഞങ്ങളുടെ വിഷമങ്ങളിലെ വേദനകളിൽ എതിർപ്പുകളിലെല്ലാം ഉണ്ടാകുമ്പോഴും സത്യം നിരന്തരം പറയുവാനും, സത്യം അങ്ങ് ഏറ്റവും ആഗ്രഹിക്കുന്ന രീതിയിൽ സത്യം പറയാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് അങ്ങയുടെ ഈ സമയം ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ വീടിനെ അല്ലെങ്കിൽ ഞങ്ങളുടെ പരിസരങ്ങളെല്ലാം ബാധിച്ചിരിക്കുന്ന പൈശാചികളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് വിടുതൽ വിമോചനം നൽകണമേ. കർത്താവെ, വിവിധ രോഗം കടുവപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും രോഗശാന്തി നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ മനസ്സിന് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ വിഷമങ്ങളെ വേദനകളെ ഏറ്റെടുത്ത് നടത്തണമേ. കർത്താവെ, അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വേദനകൾ അങ്ങ് നയിക്കണമേ. ഞങ്ങളുടെ വേദനകളിൽ വിഷമങ്ങളിലെ വേദനകളെല്ലാം കർത്താവെ അങ്ങ് ഞങ്ങളെ നയിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. നിരന്തരം പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥന ആശ്രയം കണ്ടെത്തുവാനും, പ്രവാചകനെ പോലെ നിരന്തരം അങ്ങനെ ആശ്രയിക്കുവാൻ, താനിൽ പ്രവാചകനെ പോലെ നിരന്തരം അങ്ങനെ ആശ്രയിക്കുവാനും കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വലിയ കൃപ നൽകണമേ. കർത്താവെ യേശുവേ, താമസ വഴികളിലൂടെ, ഉപവാസത്തിൻ്റെ വഴികളിലൂടെ, വ്രതാനുഷ്ഠാനത്തിൻ്റെ വഴിയിലൂടെ എല്ലാം നടക്കുവാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ വരദാനങ്ങൾ ഞങ്ങൾ നിറക്കണമേ. കർത്താവെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ, കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതിനെ ശക്തനാക്കുന്ന എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ചേർത്ത വചനത്തിൻ്റെ അഭിഷേകം ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണമേ. കർത്താവ് ദാസി ഇതിനെ വഞ്ചനപ്പെടിന് ഭവിക്കട്ടെ എന്ന വചനത്തിൻ്റെ അഭിഷേകം കർത്താവ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിറയ്ക്കണമേ. കർത്താവ്, ഞങ്ങളുടെ പ്രലോഭനങ്ങൾ നയിക്കരുത് എന്ന വചനത്തിൻ്റെ അഭിഷേകം ഈ കൂട്ടായ്മയിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സുറവരെ ഭൂമിയിലുമാകണമേ. അന്ധകരുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റിയെന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളെ പ്രവർത്തിപ്പെടുന്നു ഞങ്ങളെ രക്ഷിക്കണമേ.
നന്മ നിറഞ്ഞു മറിയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള നമ്മുടെ നിർത്തിമന്മായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വിശുദ്ധ ഞങ്ങളുടെ മാതൃ അപേക്ഷിക്കണമേ. വിശുദ്ധ ഞങ്ങളുടെ മാതൃ അപേക്ഷിക്കണമേ. വിശുദ്ധ ഞങ്ങളുടെ മാതൃ അപേക്ഷിക്കണമേ. വിശുദ്ധ ഞങ്ങളുടെ മാതൃ അപേക്ഷിക്കണമേ. വളരെ പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ നിയോഗം ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, അത് ഭക്തിപൂർവ്വം കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് നന്നായി സംസാരിച്ചുകൊണ്ട് ഞങ്ങൾക്കുള്ളതെല്ലാം സാധിക്കുന്നതുപോലെ ഞങ്ങൾ ദാനം ചെയ്തുകൊണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ആശീർവാദം തലകുനിക്കുന്നു. നമ്മുടെ ആവശ്യം കൃപയും പിതാവാദ്യത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. ശംസിയായിരിക്കും, സ്ഥിതിയായിരിക്കട്ടെ.